ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു സ്നിക്കേഴ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ നോർമൽ സ്പഞ്ച് കേക്കാണ് ഇതിൻ്റെ ബേസ് കേക്കായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തുള്ള ഫില്ലിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് റെസിപ്പി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാരമൽ സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചൂടായ പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചേർക്കാനായിട്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ചൂടായി മെൽറ്റായി നല്ല കാരമൽ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിതിനെ ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ കാരമൽ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/3 1 കപ്പിന് 1/3 ഭാഗം വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് അല്ലേ, പക്ഷേ ഇപ്പോൾ വിപ്പിംഗ് ക്രീം ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്നിക്കേഴ്സിൻ്റെ അകത്തുള്ള ആ ഒരു കാരമൽ സോസിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഒരു ക്രീമൊക്കെ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കാരമൽ സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് ഈ ഒരു കേക്ക് ഇതിനെ നമ്മൾ ലെയറിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കേക്ക് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു സെയിം രീതിയിലുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അതിന് ഞാൻ നന്നായിട്ട് ഇവിടെ 3 ലെയേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ കേക്കിലും ഫസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സിമ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിൽ സിമ്പിൾ സിറപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വിപ്പിംഗ് ക്രീം, ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ദൂൽസെ ലിച്ചി കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ നമുക്ക് ആ ഒരു കാരമൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് സ്റ്റിഫ് പീക്സ് വന്നതിന് ശേഷം അതിൽ ദൂൽസെ ലിച്ചി കുറച്ച് മിക്സ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുത്താണിത്. ഇതിന് പകരം കാരമൽ സോസ് തന്നെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ നന്നായിട്ട് തണുത്തതിന് ശേഷം വിപ്പ് ചെയ്ത് ചേർത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ നന്നായിട്ട് ഫ്ലാറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു കിണറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ കേക്കിൻ്റെ വശങ്ങളിൽ മാത്രം കുറച്ച് ഒരു 2 ലെയറിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ആ കാരമൽ സോസ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് ആ ഒരു നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വില്ലിന് വരുന്ന രീതിയിൽ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കാരമൽ സോസ് ചേർത്ത് ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ച് മിക്സ് ആയി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല, കാരണം അത് എന്തായാലും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടേണ്ടതല്ലേ. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട്സ്, നല്ല ക്വാളിറ്റിയുള്ള പീനട്ട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു പീനട്ട്സും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം ഇതുപോലെ എല്ലാ ലെയേഴ്സും ഇതുപോലെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ലെയറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കേക്കിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേക്കിന് മുഴുവനായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ കോട്ട് ചെയ്യുക. അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മൾ കോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം നമ്മളിതിൻ്റെ ഒരു ഡിസൈൻ ആ ഒരു രീതിയിലുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് റഫായിട്ടൊന്ന് സ്മൂത്ത് ചെയ്താൽ മതി. ഒത്തിരി സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കേക്കിൻ്റെ മുകളിൽ നമ്മൾ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ സ്പാച്ചുലയുടെ തുമ്പത്തായിട്ട് കുറച്ച് ഗനാഷ് എടുക്കാം. അത് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതുപോലെ രീതിയിൽ ഒത്തിരി സ്പ്രെഡ് ചെയ്യാതെ അൺഈവൺ ആയിട്ട് അങ്ങോട്ട് രണ്ടും എല്ലാ സൈഡിലോട്ടേക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എത്രയും സിമ്പിളാണ്, നമുക്ക് ആർക്കായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. കുറച്ച് ഗനാഷ് എടുക്കുക, അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അണീവൺ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതായിട്ട് തോന്നും, പക്ഷേ കേക്ക് മുഴുവനായിട്ട് ആവുന്ന സമയത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോ സൈഡിലായിട്ടും ഇതുപോലെ നമ്മൾ എല്ലാ സൈഡിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ സെയിം രീതിയിൽ ഈ കേക്ക് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കേക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഭംഗി ആൻഡ് റിച്ച് ആക്കാനായിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ കളർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലുള്ള സ്പ്രേ ടൈപ്പിലുള്ള ആ ഒരു ഗോൾഡൻ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കവർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ പൗഡർ കോട്ടാകും. പിന്നെ നമ്മൾ ഏത് സൈഡിലാണോ ചെയ്യുന്നത് ആ സൈഡിൽ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ട്രേൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു ട്രേ ഒക്കെ ഈ ഗോൾഡൻ പൗഡർ ആവാൻ ചാൻസ് നമ്മളൊരു പൗഡർ നമ്മൾ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നതായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ടും ഈ കേക്കിന് ഗോൾഡൻ കളർ വെച്ച് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് സ്നിക്കേഴ്സ് ഫ്ലേവറിലുള്ള കേക്ക് ആയതുകൊണ്ട് കുറച്ച് സ്നിക്കേഴ്സും പിന്നെ ഒരു 2-3 റോസ് ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നിക്കേഴ്സ് കേക്ക് ഇവിടെ റെഡിയായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.